നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷനെ പറ്റി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഈ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ ആർക്കൊക്കെയാണ് വേണ്ടത്, എപ്പോഴാണ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ സജസ്റ്റ് ചെയ്യുക, നമുക്കതൊന്ന് നോക്കാം. വെൻ മോസ്റ്റ് ഓഫ് യുവർ ടീത്ത് ആർ എക്സ്ട്രീംലി വോൺ ഡൗൺ ഓർ ബാഡ്ലി ഡീക്കേഡ്, അതായത് പല്ലുകളെല്ലാം പോയി ഒരുപാട് ഡാമേജ്ഡ് ആയിട്ട് വളരെ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, കേടുവന്ന് നാശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, മോണരോഗം വന്ന് ഒരുപാട് പല്ലുകൾ പോയിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ പല പല്ലുകൾ ഇളകി ആടിയിരിക്കുന്ന അവസ്ഥയിൽ, പിന്നെ ഒരുപാട് പല്ലുകൾ മിസ്സിംഗ് ആയിട്ടും ബാക്കിയുള്ള പല്ലുകൾ വീക്കായിട്ടും ഇരിക്കുന്ന അവസ്ഥയിൽ, അതേപോലെ ആക്സിഡന്റിൽ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ വേണ്ടി വരാറുണ്ട്. പിന്നെ ചില കേസസിൽ താടിയല് തന്നെ നിരതെറ്റി, സ്ഥാനം തെറ്റി, പല്ലുകൾ നിരതെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് പേരിൽ തേയ്മാനം വന്ന് പല്ലുകൾ, ജോ തന്നെ കൊളാപ്സ് ചെയ്ത് ഡെന്റൽ ഫേസ് ലിഫ്റ്റ് എന്നുള്ളൊരു ട്രീറ്റ്മെന്റിലേക്ക് കടക്കേണ്ടി വരുമ്പോഴും നമ്മൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോയിന്റ് പെയിൻ, ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിൻ വരുമ്പോൾ, ജോയിന്റിൽ പ്രോബ്ലംസ്, അത് പലപ്പോഴും പല്ലിന്റെ മിസ്അലൈൻമെന്റ് വരുമ്പോൾ വരുന്നതാണ്. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഇൻഡിക്കേഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ വെൻ പല്ലുകളെല്ലാം, വെൻ ദ ടീത്ത് ആർ ഡാമേജ്ഡ്, ഒരുപാട് പല്ലുകൾ ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരുപാട് പല്ലുകളിൽ ഡാമേജ് വരുമ്പോൾ നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അടുത്തത് മോണരോഗം. ഒരുപാട് പേഷ്യൻസിൽ മോണരോഗങ്ങൾ കണ്ടുവരാറുണ്ട്. അതായത് മോണയാണ് നമ്മുടെ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പല്ലിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പല്ലുകൾ ഇളകാൻ തുടങ്ങും. അത് പലപ്പോഴും മോണരോഗത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ മോണരോഗം വന്നിട്ടുള്ളവരിൽ ഒരുപാട് പേരിൽ നമുക്ക് കംപ്ലീറ്റ് പല്ല് എടുത്ത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. അടുത്തത്, നമ്മൾ പല പല്ലുകളും മിസ്സിംഗ് ആയിട്ട് പിന്നെ ബാക്കി ചില പല്ലുകൾ വീക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിലും നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ആക്സിഡൻറ്റിൽ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പല്ലുകൾ, ഒരുപാട് പേർക്ക് ആക്സിഡൻറ്റിൽ ഫ്രണ്ടിൽ നിന്ന് ഇടിച്ചു പല്ലുകൾ ഇളകിപ്പോയി, ആ ആഘാതം പലപ്പോഴും ബാക്കിലുള്ള പല്ലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അലൈൻമെന്റ് തെറ്റി നിൽക്കുമ്പോൾ, താടിയല്ലോ പല്ലുകളോ അലൈൻമെന്റ് തെറ്റി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ വേണ്ടി വരാറുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ അങ്ങനെയുള്ള കേസസ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു വ്യക്തത കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വെർട്ടിക്കൽ കൊളാപ്സ് ഓഫ് ഫേസ്, ചിലർക്ക് ഭയങ്കരമായിട്ട് ഫേഷ്യൽ കൊളാപ്സ് വന്ന് നമ്മൾ മുഖം അങ്ങ് ചുരുങ്ങി പോകുമ്പോൾ, അതായത് സാധാരണഗതിയിൽ ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ, 60-70 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പല്ലുകളൊക്കെ തേയ്മാനം വന്ന് ഫേസ് അങ്ങ് കൊളാപ്സ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിത് ചെയ്യാറ്. അപ്പോൾ ഇതിലിപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ കാണാം, ഫേഷ്യൽ കൊളാപ്സ് വന്നിരിക്കുന്ന കാണാം. ഈ പേഷ്യൻറ്റിന് ഇവിടുന്ന് കൊളാപ്സ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഹൈറ്റ് കൂട്ടിയെടുക്കുക, അതാണ് വേണ്ടത്. ബേസിക്കലി നമ്മൾ ഈ മൂക്കിന്റെ അടിയിൽ നിന്ന് താടിയുടെ അടിഭാഗം വരെയുള്ള ആ ഒരു മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ചിലർക്ക് ക്രോണിക് പെയിൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ജോയിൻസ് ആണ് നമ്മുടെ ജോയിൻസ് ആണ് നമ്മുടെ മാനേജർമാർ. ഈ മാനേജർമാർക്ക് ടെൻഷൻ വരുന്നത് എപ്പോഴാ? വായിലുള്ള ആൾക്കാർ എന്ന് പറയുന്ന വായിലുള്ള പല്ലുകൾ മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാനേജേഴ്സിന് ടെൻഷൻ വരും. അപ്പോൾ ഈ ടെൻഷൻ വരുന്ന അവസ്ഥയിൽ പലപ്പോഴും ഭയങ്കര സിവിയർ ജോയിന്റ് പെയിൻ വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും, പെർഫെക്റ്റ് ആവും, പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, നമ്മുടെ കടി ശരിയാക്കുക, ബൈറ്റ് പെർഫെക്റ്റ് ആക്കുക.
2 ബാക്കിയുള്ള പല്ലുകളുടെ ലൈഫ് കൂട്ടിയെടുക്കുക. വായിൽ നിലനിൽക്കുന്ന പല്ലിൻ്റെ ലൈഫ് നമ്മൾ കൂട്ടിയെടുക്കുക. പിന്നെ മോണയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. നമ്മുടെ ഗംസും മോണയും ഈ സപ്പോർട്ടിങ് പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പെരിഡോൺഷ്യം എന്ന് പറയുക. അതിനെ നമ്മൾ ഹെൽത്തി ആക്കി എടുക്കുക. പിന്നെ നമ്മുടെ ചിരി ഇംപ്രൂവ് ചെയ്തെടുക്കുക, ഈസ്തറ്റിക്സ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ ഫൈനലി എവിടെയെങ്കിലും വേദനയോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.